ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് പ്ലെഡ്ജ് എന്നൊരു പോർഷനുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു പോർഷനാണ് പ്ലെഡ്ജ്. കുറച്ച് കാര്യമേ അതിനകത്ത് പഠിച്ചെടുക്കാനുള്ളൂ. ഓക്കെ, എല്ലാവരും റെഡിയാണോ മക്കളെ? എല്ലാവരും ഓക്കെ ആണോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്ലെഡ്ജ് അഥവാ പോണെന്നൊക്കെ നമ്മൾ തന്നെ പറയും. ഓക്കെ, പ്ലെഡ്ജ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ബെയിൽമെൻറ്റ് നമ്മൾ പഠിച്ചില്ലേ? ബെയിൽമെൻറ്റ് പഠിച്ചപ്പോൾ തന്നെ ബെയിൽമെൻറ്റ് കൂടെയുള്ള സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മുടെ പ്ലെഡ്ജ്. അതായത് ബെയിൽമെൻറ്റ് പഠിച്ച ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും പ്ലെഡ്ജ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടാണ്. കാരണം ബെയിൽമെൻറ്റും പ്ലെഡ്ജും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ ഗുഡ്സ്, നമ്മുടെ ടൈറ്റിൽ നമ്മുടെ ഓണർഷിപ്പുള്ള ഗുഡ്സ് നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ആ പർപ്പസ് കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ചു തരും. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി പർപ്പസ് എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ പ്ലെഡ്ജിനകത്ത് പറഞ്ഞത് എന്താ? ഒരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. പ്ലെഡ്ജിനകത്ത് ഒരു സ്പെസിഫിക് പർപ്പസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കും നമ്മൾ നമ്മുടെ ഗുഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളൂടെ ഞങ്ങളെ കൊണ്ടുപോകാം. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യമേ ഓടിയിരുന്നൊരു എക്സാമ്പിളാണ് ഗോൾഡ് ലോൺ. അതായത് നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ട് നമ്മുടെ ഗോൾഡ് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ആവശ്യമുള്ള പൈസ അവർ നമുക്ക് തരും. ഓക്കെ, പൈസ അവർ നമുക്ക് തരും. അപ്പം നമ്മളവിടെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത് നമ്മുടെ ആ മൂവബിൾ ഗുഡ്സ് ആയിരിക്കും. ഇപ്പോൾ ഗോൾഡ് റിങ്, അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഗോൾഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഗോൾഡ് ആയിട്ടുള്ള മൂവബിൾ ഗുഡ്സ് അവിടെ വെക്കുമ്പോൾ ആയിരിക്കും, അതൊരു സെക്യൂരിറ്റി അവിടെ വെക്കുമ്പോൾ ആയിരിക്കും നമുക്ക് അവർ പൈസ തരുന്നത്. അപ്പം ആ ഒരു കാര്യത്തെയാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് നോക്കാം. സെക്ഷൻ 172 ഓഫ് ദ ആക്ട് പ്രൊവൈഡ് ദാറ്റ് ദ പേയ്മെന്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ ദ പേയ്മെന്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഈസ് കാൾഡ് പ്ലെഡ്ജ്. നമ്മൾ പറഞ്ഞ കാര്യമല്ലേ? എന്താ? ആ ഡെപ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഗുഡ്സ് സെക്യൂരിറ്റിയുടെ വെക്കുക. അതായത് നമ്മൾ ആ ഡെപ്റ്റ്, നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച പൈസ, അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് തന്ന പൈസ, നമ്മൾ ആ ഗോൾഡ് റിങ്ങോ ഗോൾഡോ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുമ്പം ബാങ്ക് നമുക്ക് തന്ന പൈസ, ആ ഒരു ഡെപ്റ്റ് നമ്മൾ എന്നാണോ അത് പേയ്മെൻറ്റ് ചെയ്യുന്നത്, എന്നാണോ അവർക്കത് പേയ്മെൻ്റ് ആക്കി കൊടുക്കുന്നത്, അന്നായിരിക്കും അവർ നമ്മൾ വെച്ച ഗുഡ്സ്, ആ സെക്യൂരിറ്റി ആയിട്ട് വെച്ച ഗുഡ്സ് അവർ നമുക്ക് തിരികെ തരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു വെക്കുന്നൊരു പ്രോമിസ് പെർഫോം ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇനി ദ പ്ലെഡ്ജ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് പ്ലെഡ്ജ്. നമ്മൾ ബെയിൽമെൻറ്റ് 2 പാർട്ടീസ് പഠിച്ചു. ആരൊക്കെയാണ്? ബെയിലറും ബെയിലിയും. അതുപോലെ നമ്മുടെ പ്ലെഡ്ജിൽ അഥവാ പോണിലും 2 പാർട്ടീസ് ഉണ്ട്. പോണർ അല്ലെങ്കിൽ പോണി, അല്ലെങ്കിൽ പ്ലെഡ്ജർ അല്ലെങ്കിൽ പ്ലെഡ്ജി എന്നൊക്കെ പറയും. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോണറും പോണിന്നാണ്. അതിനകത്ത് പോണർ ആരാ മക്കളെ? ദ ബെയിലർ ഇൻ ദ കേസ് ഈസ് കാൾഡ് എ പോണർ. അതായത് നമ്മുടെ ബെയിലർ ബെയിലർ എന്ന് പറഞ്ഞാൽ ആരാണോ അതാണ് ഇവിടെ പോണർ. പോണി ആരാ? ദ ബെയിലി ഇൻ ദിസ് കേസ് ഈസ് കാൾഡ് പോണി. ബെയിലി ആരാണോ, നമ്മുടെ ബെയിൽമെൻറ്റിലെ ബെയിലി ആരാണോ ആ ആളാണ് ഇവിടെ പോണി. ഇപ്പം നമ്മുടെ കേസിൽ ബാങ്ക് എന്തുമായിരിക്കും? ബാങ്ക് നമ്മുടെ പോണി ആയിരിക്കും. പോണർ ആരായിരിക്കും? ഞാനല്ലേ ഗോൾഡ് ലോൺ വെച്ചത്, അപ്പം ഞാനായിരിക്കും അവിടുത്തെ പോണർ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എ പ്ലെഡ്ജ് ഈസ് എ ബെയിൽമെൻറ്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ബൈ വേ ഓഫ് സെക്യൂരിറ്റി. എന്നാൽ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും അവിടെ പ്ലെഡ്ജായിട്ട് വെക്കുന്നത്. ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലെഡ്ജ് ആൻഡ് ബെയിൽമെൻറ്റ്, അതിന് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ബെയിൽമെൻറ്റ് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരുന്നു, പ്ലെഡ്ജിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ 2 ഡെഫിനേഷൻ നിങ്ങളോട് എഴുതിയാൽ മതി. സെക്ഷൻ 172 സെക്ഷൻ 148. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പം ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. റൈറ്റ് ഓഫ് പോണി സെക്ഷൻസ്. അതായത് നമ്മുടെ പോണിയുടെ റൈറ്റ്സ്. പോണി എന്ന് പറഞ്ഞാൽ ആരാ? അവിടെ നമ്മുടെ ബാങ്കിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ബാങ്കിൽ നമ്മുടെ കേസിൽ പോണി, നമ്മുടെ ബാങ്കിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ്സ് സെക്ഷൻ പറഞ്ഞത് സെക്ഷൻ 173, 175, 176. ഓക്കെ, നമുക്ക് ആ റൈറ്റ്സ് നോക്കാം. അതിൽ ഒന്നാമത്തെ റൈറ്റാണ് സെക്ഷൻ 173 പറയുന്നത്. ദ പോണി മേ റീറ്റെയിൻ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ് നോട്ട് ഓൺലി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ ദ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് ബട്ട് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്റ്റ് ആൻഡ് ഓൾ നെസസറി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ഹിം ഇൻ റെസ്പെക്ട് ഓഫ് ദ പൊസഷൻ ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. അതായത് നമ്മുടെ പോണിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? റൈറ്റ് ടു റീറ്റെയിൻ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്. എന്താ മക്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ പോണിക്കുണ്ട്. എങ്ങനെയുള്ള കേസിൽ ആ ഗുഡ്സ് നമ്മൾ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് നമ്മുടെ പോണി റീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്? നമ്മൾ വാങ്ങിച്ച പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിക്കാണോ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തില്ല എങ്കിലോ, നമ്മുടെ പ്രോമിസ് പെർഫോം ചെയ്തില്ല എങ്കിലോ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ബാങ്ക് ലോണൊക്കെ ബാങ്ക് ലോൺ അത് തന്നെ ഗോൾഡ് ലോണൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പേ ചെയ്തില്ലെങ്കിലോ അതുമല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ഗോൾഡ് ലോൺ വെക്കുന്നില്ല, അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ ഇൻക്വയർ ആയി കാണുമല്ലോ. ആ എക്സ്പെൻസ് ഒന്നും
നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ എക്സ്പെൻസ് ഒന്നും നമ്മൾ മീറ്റ് ചെയ്തില്ല എങ്കിലോ നമ്മുടെ ഗുഡ്സ്, നമ്മൾ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് നമ്മുടെ പോണിക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ അവകാശമുണ്ട്. റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. ഇവിടെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. അത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഒരു പോയിന്റ് ആക്കി ഒരു കീവേഡായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്രയും ഇപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ റൈറ്റ് ടു റീറ്റെയിൻ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്, അത് നമ്മുടെ കൊണ്ട് ഫസ്റ്റ് റൈറ്റാണ്. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ നിങ്ങൾ പഠിച്ചനുസരിച്ച് ഒരു എക്സ്പ്ലനേഷൻ പോലെ നമുക്ക് ഈ പോയിന്റ് എഴുതാം. ഓക്കെ, അതാണ് ഫസ്റ്റ് റൈറ്റ്. എന്തൊക്കെ ഫസ്റ്റ് റൈറ്റ് ഏതാ? റൈറ്റ് ടു റീറ്റെയിൻ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്, സെക്ഷൻ 173. സെക്ഷൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി രണ്ടാമത് നോക്കിക്കേ, സെക്ഷൻ 175. ദ പോണി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഫ്രം ദ പോണർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻകോർഡ് ബൈ ഹിം ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. അതായത് എന്താ പറഞ്ഞത്, അത് നമുക്ക് എങ്ങനെ പറയാം? റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്, അതായത് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസിനുള്ള റൈറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ പോണറിൻ്റെ ഗുഡ്സ്, പോണറിൻ്റെ ആ ഗോൾഡ് അവിടെ വെക്കുന്നത് കൊണ്ട്, ബാങ്കിൽ വെക്കുന്നത് കൊണ്ട് ബാങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ അത് ഇൻക്വയർ ചെയ്യാനുള്ള ആ ഗുഡ്സ് അവിടെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിന് ആ ഗുഡ്സ് അവിടെ പ്രിസർവ് ചെയ്ത് വെക്കുമ്പം ഗുഡ്സ് അവിടെ പ്രിസർവ് ചെയ്ത് നമ്മൾ ബാങ്ക് വെക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വരുവാന്ന് അത് ഇൻക്വയർ ചെയ്ത് അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കാനുള്ള ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ പോണറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ആ ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻക്വയർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ പോണിക്കുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. എന്തുവാ? റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് സെക്ഷൻ 175. നമ്മൾ രണ്ട് റൈറ്റ്സ് പഠിച്ചു. റൈറ്റ് ടു റീറ്റെയിൻ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സും റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസും. ഓക്കെ, ഇനി തേർഡ് റൈറ്റ് എന്താ? Section 176. If the pawnee make default in payment of the debt or performance of the stipulated time of the promise in respect of which the goods were pledged, the pawnee may bring a suit against the pawnee upon the debt or promise and retain the goods pledged as a collateral security, or he may sell the things pledged on giving the pawnee a reasonable notice of the sale. ഇവിടെ നമുക്ക് ഈ സെക്ഷൻ 176 പറഞ്ഞ ആ പോയിന്റിനെ നമുക്ക് പിന്നെയും രണ്ട് റൈറ്റ്സ് ആയിട്ട് പോണിൻ്റെ രണ്ട് റൈറ്റ്സ് ആയിട്ട് മാറ്റാം. ഒന്നാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദ പോണർ. അതായത് അത് ഞാനീ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു പോയിൻ്റാണ്. റൈറ്റ് ടു പ്ലെഡ്ജ്ഡ് ഗുഡ്സ്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ചുരുക്കി റൈറ്റ് ടു പ്ലെഡ്ജ്ഡ് ഗുഡ്സ് എന്ന് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ചുരുക്കി റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞു. നിങ്ങൾ വെറും ഈ പോയിന്റ് മാത്രം എഴുതി വെക്കണം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ വരാൻ വേണ്ടി പോയിന്റ്സ് ഓർക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മൂന്നാമത് പഠിക്കുന്നതാണ് റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദ പോണർ. നമ്മൾ ഈ സെക്ഷൻ 176 എന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു എക്സ്പ്ലനേഷൻ എന്താണ് നമുക്ക് പോണർ രണ്ട് റൈറ്റ് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് പോണർ, അതായത് പോണിക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും കൊടുക്കാനുള്ള പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണ് എങ്കിൽ എന്തിനുള്ള റൈറ്റ് ഉണ്ട്? നമ്മുടെ പോണിക്ക് പോണറിനെതിരെ സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ആ പ്രോമിസ് പെർഫോം ചെയ്തില്ലെങ്കിലോ അതായത് ഡെപ്റ്റിൽ റീപേയ്മെൻറ്റ് ചെയ്തില്ല ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിലോ ആ ഒരു കേസിൽ നമ്മുടെ പോണിക്ക്, അതായത് നമ്മുടെ പ്ലെഡ്ജറിനെതിരെ കേസ് സ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? ഇനി ആ സ്യൂ ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിന് റൈറ്റുള്ള രണ്ടാമത്തെ റൈറ്റ് അവിടെ പറയുന്നുണ്ട്, റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അതായത് ആ പ്ലെഡ്ജ് ചെയ്ത് വെച്ചിരുന്ന ഗുഡ്സ് സെല്ല് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്? നമ്മുടെ പോണിക്കുണ്ട്. അതായത് ഈ പോണർ നമ്മുടെ കൊടുക്കാനുള്ള ഡെപ്റ്റിൽ എന്തെങ്കിലും റീപേയ്മെൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിലോ ആ പ്രോമിസ് പെർഫോം ചെയ്യാത്ത കേസിലോ ആണെങ്കിൽ ആ ഒരു ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് പോണിക്ക് സെല്ല് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട്. അതാണ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അതിനകത്ത് എന്താ പറയുന്നത്? നമുക്ക് എങ്ങനെ പറയാം ആ ഒരു സെൻറ്റൻസിനെ? ഇൻ ദ കേസ് ഓഫ് എ ഡിഫോൾട്ട് മെയ്ഡ് ബൈ പോണർ അറ്റ് ദ പോണി മേ ആൾസോ സെൽ ഗുഡ്സ് പ്ലെഡ്ജ്ഡ് വിത്ത് ഹിം ആഫ്റ്റർ സെർവിങ് റീസണബിൾ നോട്ടീസ് ടു ദ പോണർ. നമ്മൾ പഠിച്ചത് തന്നെയല്ലേ? എന്താ പറഞ്ഞത്? അതായത് ആ ഡിഫോൾട്ട് വരുത്തിയത് കാരണം ആ പോണർ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് പോണിക്ക് സെല്ലുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പോണർ റീസണബിൾ നോട്ടീസ് സെർവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ പോണർ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് നമുക്ക് സെല്ല് ചെയ്യാൻ. ആ ഒരു അവകാശം ആർക്കുണ്ട്? നമ്മുടെ പോണിക്കുണ്ട്. അപ്പം 4 റൈറ്റ്സ് നമ്മൾ പഠിച്ചേ. 3 സെക്ഷൻസ് നമ്മൾ 4 റൈറ്റ്സാണ് പഠിച്ചത്. ഒന്നാമത്തെ ഏതാ? റൈറ്റ് ടു റീറ്റെയിൻ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്. സെക്കൻഡ്, റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്. തേർഡ് വൺ, റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദ പോണർ. ഫോർത്ത് വൺ, റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അപ്പം 4 റൈറ്റ്സാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇഫ് ദ പ്രൊസീഡ്സ് ഓഫ് സച്ച് സെയിൽസ് ആർ ലെസ് ദാൻ എമൗണ്ട് ഡ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡെപ്റ്റ് ഓർ പ്രോമിസ്, the pawnee is still liable to pay the balance. If the proceeds of the sales are the greater than amounts or due, the pawnee shall pay over the surplus to the pawnee. എന്താ മക്കളെ അതിൽ പറയുന്നത്? സിമ്പിൾ കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ പോണിയുടെ ഗുഡ്സ് പോണർ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ്
പോണിയുടെ ഗുഡ്സ് അല്ല, പോണർ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് പോണിക്ക് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോണറിന് ഒരു റീസണബിൾ നോട്ടീസ് സെർവ് ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്ക് ആ ഗുഡ്സ് എടുത്ത് സെല്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ ആ ഗുഡ്സ് സെല്ല് ചെയ്തു, നമ്മൾ ആ ഗോൾഡ് വിറ്റു. അപ്പം നമുക്ക് കിട്ടാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡ്യൂ ആയിട്ട് കിട്ടാനുള്ള പൈസ പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ നമ്മൾ ആ ഗുഡ്സ് വിറ്റപ്പം നമുക്ക് കിട്ടിയത് ഇപ്പം 15 ലക്ഷം എന്ന് വെച്ചോ. നമ്മൾ ആ ഗുഡ്സ് വിറ്റപ്പം നമുക്ക് കിട്ടിയത് 15 ലക്ഷം. പോണറിൻ്റെ ഗുഡ്സ് പോണി വിറ്റപ്പം പോണിക്ക് എത്ര രൂപ കിട്ടി? 15 ലക്ഷം കിട്ടി. അങ്ങനെയാണ് നമുക്ക് കിട്ടാനുള്ള പ്രൈസ് എത്ര? 10 ലക്ഷം രൂപ. നമുക്ക് കിട്ടാനുള്ള പൈസ 10 ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ടില്ല, അതായത് നമുക്ക് കിട്ടാനുള്ള പൈസയേക്കാൾ കൂട്ടിയ വിലയ്ക്ക് നമുക്ക് ആ എമൗണ്ട് കിട്ടിയെങ്കിൽ, ആ ഒരു സാധനം സെയിൽ ചെയ്ത് നമുക്ക് കിട്ടിയെങ്കിൽ ആ ബാക്കിയുള്ള 5 ലക്ഷം രൂപ ആർക്കണം? നമ്മൾ തിരിച്ച് പോണറിന് തന്നെ കൊടുക്കണം. അത് ആ ഒരു ബാലൻസ് എമൗണ്ട് പോണറിന് തന്നെ കൊടുക്കണം. ഇനി മറ്റൊരു കേസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് കിട്ടാനുള്ളത് എത്ര ലക്ഷം രൂപ? 10 ലക്ഷം രൂപ. പക്ഷേ നമ്മൾ ആ ഗുഡ്സ് വിറ്റപ്പോൾ നമുക്ക് 5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വിറ്റ 5 ലക്ഷം നമ്മൾ എടുത്തിട്ട് നമ്മൾ പോണറിനോട് പറയണം ബാലൻസ് എമൗണ്ട്, അതായത് ഇനി നീ ഞങ്ങൾക്ക് തരാനുള്ള പൈസ പറഞ്ഞാൽ ആ ഒരു ബാലൻസ് 5 ലക്ഷം കൂടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എത്തിച്ച് തരണമെന്ന് പറയാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ പോണിക്ക് ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം കഴിയാറായി നമ്മുടെ പോർഷൻസ് നോക്കാം. പ്ലെഡ്ജ് ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്, അതായത് ഇവിടെ നമ്മൾ ഒരു ഹെഡിങ് എന്ന് ഇവിടെ പറഞ്ഞത് പ്ലെഡ്ജ് ബൈ നോൺ ഓണർ എന്നൊക്കെ പറയാം. അതായത് ഇപ്പോൾ ഓണറിന് മാത്രമല്ല ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ആ മൂവബിൾ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യാനുള്ള അവകാശമുള്ളത്. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൊക്കെ ഇല്ല. അപ്പം ഇവിടെ നമ്മൾ കേസ് ഗോൾഡിനെ പറയുന്നത്. അപ്പം ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അത് ഓണറിന് മാത്രമല്ല, നോൺ ഓണറിനുമുണ്ട്, ഓണർ അല്ലാത്തൊരാൾക്കും ഉണ്ട്. അത് ഏതൊക്കെ കേസിലാണ് പറഞ്ഞത്? ഒന്നാമത്തെ കേസ് പ്ലെഡ്ജ് ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. സെക്കൻഡ് വൺ എന്താ? പ്ലെഡ്ജ് ബൈ പേഴ്സൺ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ്. അതൊക്കെ നമ്മൾ പഠിക്കും. തേർഡ് വൺ എന്താ? പ്ലെഡ്ജ് വെയർ പോണർ ഹാസ് എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. പിന്നെ പഠിക്കുന്നത് സ്യൂട്ട് അഗൈൻസ്റ്റ് റോങ് ഡോർസ്. അതൊക്കെ അപ്പം നമുക്ക് 3 എണ്ണം പഠിക്കാവുള്ളൂ. അതായത് സെക്ഷൻ 178, സെക്ഷൻ 178A, സെക്ഷൻ 179. ഓക്കെ, അപ്പോൾ ആ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ പ്ലെഡ്ജ് ബൈ നോൺ ഓണറിൻ്റെ കേസിൽ വരുന്നതാണ്. നിങ്ങൾക്ക് കേസ് തിരക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 178. എനി പ്ലെഡ്ജ് മേ ബി മെർക്കൻറ്റൈൽ ഏജന്റ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ ഓണർ വെൻ ആക്ടിംഗ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ് ഓഫ് എ മെർക്കൻറ്റൈൽ ഏജന്റ് ഷാൽ ബി വാലിഡ് ഇഫ് ഹി വെയർ എക്സ്പ്രസ്ലി authorized by the owner of goods provide the pony act in the good faith and has not at the time of the pledge notice that the owner has no authority of pledge. അത് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ വായിച്ചു, അല്ല എക്സ്പ്ലനേഷൻ നമ്മളത് റീഡ് ചെയ്തു, ആ ഒരു സെൻറ്റൻസ് നമ്മൾ റീഡ് ചെയ്തു. പക്ഷേ എന്താണ് നമ്മളെ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ആരാ? നമുക്കറിയാം. അതായത് പ്രിൻസിപ്പളിൻ്റെ ഗുഡ്സ് ഏജൻറ്റ് വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അതായത് ആ പ്രിൻസിപ്പളിൻ്റെയും കസ്റ്റമറിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ആ ഒരു ഡെഫിനിഷൻ, മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ദ ടേം മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഡിഫൈൻ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ആൻ ഏജൻറ്റ് ഹാവിംഗ് ദ കോഴ്സ് ഓഫ് ഓർഡിനറി ബിസിനസ് ഹാവിംഗ് അതോറിറ്റി either to sell goods or to consign goods for the purpose of sale or to buy goods to raise money on the security of the money. അതായത് മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന് എന്തോ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ഗുഡ്സ് സെല്ല് ചെയ്യാനും ഗുഡ്സ് കൺസ്യൂം ചെയ്യാനും. അതുവരെ ആ ഒരു പർപ്പസ് എന്തിനാണ് ചെയ്യുന്നത്? സെയിൽ നടത്താം, അല്ലെങ്കിൽ ഗുഡ്സ് ബൈ ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി യൂസ് ചെയ്ത് മണി റേസ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? നമ്മുടെ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഉണ്ട്. അപ്പം മെർക്കൻറ്റൈൽ ഏജൻറ്റിൻ്റെ കേസ് ഇവിടെ എന്താ മക്കളെ പറഞ്ഞത്? എനി പ്ലെഡ്ജ് മെയ്ഡ് ബൈ എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഓണർ വെൻ ആക്ടിംഗ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് എ ബിസിനസ് ഓഫ് എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഷാൾ ബി വാലിഡ് ഇഫ് ഹി വെയർ എക്സ്പ്രസ്ലി ഓതറൈസ്ഡ് ബൈ ദ ഓണർ ഓഫ് ഗുഡ്സ്. അതായത് എന്താ പറഞ്ഞത്? അതായത് മെർക്കൻറ്റൈൽ ഏജൻറ്റിന് നമുക്ക് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. ആ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്നത് വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ വാലിഡ് ആണോ, നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം. അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് എന്ന് ചോദിച്ചാൽ അത് ട്രൂ തന്നെയാണ്. പക്ഷേ ഇവിടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഏതാ? If he were expressly authorized by the owner of goods provide the pony act as a good faith. അതായത് ആ ഗുഡ്സിൻ്റെ ഓണർ ഓതറൈസ് കൊടുത്തിരിക്കണം. പ്രിൻസിപ്പൾ ഇപ്പം മിസ്റ്റർ എയുടെ പ്രിൻസിപ്പൾ, ഏജൻറ്റ് മിസ്റ്റർ ബി. അപ്പം മിസ്റ്റർ ബിക്ക് ആ ഗുഡ്സിൻ്റെ ഓണർ ഓതറൈസ് കൊടുത്തിരിക്കണം. ഓതറൈസ് കൊടുത്തെങ്കിൽ മാത്രമേ മെർക്കൻറ്റൈൽ ഏജൻറ്റിന്
ആ ഒരു ഗുഡ്സ് എടുത്ത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒന്നാമത്തെ കണ്ടീഷൻ. പ്രൊവൈഡ് ദ പോണി ആക്ട് ദ ഗുഡ് ഫെയ്ത്ത്. അതായത് പോണി ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. പോണിക്ക് ഇപ്പം പോണി പോണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനാ പോണി. അപ്പം ഞാനിവിടെ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം മെർക്കൻ്റെൽ ഏജൻറ്റ് എനിക്ക് ഗുഡ്സ് തരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളിൻ്റെ സമ്മതത്തോടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളിൻ്റെ സമ്മതത്തോടെയാണ് എന്ന് എനിക്കറിയണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പോണിയായി ഞാനിവിടെ ഗുഡ് ഫെയ്ത്ത് ആയിട്ട് വേണം ഞാൻ ആക്ട് ചെയ്യാൻ. ഗുഡ് ഫെയ്ത്ത് ആയിട്ട് വേണം ഞാൻ ആക്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെർക്കൻ്റ് ഏജൻറ്റ് നമ്മുടെ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്ത് അത് വാലിഡ് ആണ്. രണ്ട് കണ്ടീഷൻസ് മനസ്സിലായി. ഒന്നാമത്തെ കണ്ടീഷൻ ആ ഗുഡ്സിൻ്റെ ഓണർ ഓതറൈസ് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ പോണി ആക്ട് ദ ഗുഡ് ഫെയ്ത്ത്. പോണി ഗുഡ് ഫെയ്ത്ത് ആയിട്ട് വേണം ആക്ട് ചെയ്യാൻ. ഇനി ആൻഡ് ഹാസ് ടു അറ്റ് ദ ടൈം ഓഫ് ദ പ്ലെഡ്ജ് നോട്ടീസ് ദാറ്റ് ദ പോണർ ഹാസ് ടു അതോറിറ്റി ടു ദ പ്ലെഡ്ജ്. അതായത് എന്താ പറഞ്ഞത്, നമ്മുടെ മെർക്കൻ്റൽ ഏജൻറ്റിൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്, നോട്ടീസ് തന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഗുഡ്സ് എൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എക്സാമ്പിൾ പറയാം. മിസ്റ്റർ എ പ്രിൻസിപ്പള്, മിസ്റ്റർ ബി ഏജൻറ്റ്. അപ്പം മിസ്റ്റർ എ നോട്ടീസ് പറയാണ്, മിസ്റ്റർ ബി എൻ്റെ ഏജൻ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ ഏജൻ്റ് അല്ല. അപ്പം എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഓതറൈസർ ഉണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ ബി ഗുഡ്സ് നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്യുകയാണ് എങ്കിൽ അത് വാലിഡ് അല്ല. അത് മിസ്റ്റർ ബി ഇപ്പം മിസ്റ്റർ എയുടെ ഏജൻ്റ് ആണോ? അല്ല എന്ന് അദ്ദേഹം നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് അവിടെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് അവിടെ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്നത് വാലിഡ് ആണോ? അങ്ങനെയുള്ള കേസിലാണ് വാലിഡ് അല്ല. സിറ്റുവേഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാണ് പ്ലെഡ്ജ് ബൈ മെർക്കൻ്റൽ ഏജൻറ്റിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്ലെഡ്ജിൻ്റെ വോയിഡബിൾ കോൺട്രാക്റ്റ്. അതായത് വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഒരു ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് ആണോ അല്ലേന്നാണ് ചോദിക്കുന്നത്. അതും വാലിഡ് ആണ്. എങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കണ്ടീഷൻസ് ഉണ്ട് നോക്കാം. സെക്ഷൻ 178A, when the pawnbroker has obtained possession of the goods pledged by him under a contract voidable, but the contract has not been rescinded at the time of pledge, the pawnee acquire the good title to the goods provided he act in good faith and without notice of the pawner's defects of title. അതായത് ഇപ്പം വോയിഡബിൾ കോൺട്രാക്ട് എന്താ മക്കളെ, നമ്മളൊരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫ്രോഡ് പരിപാടി കാണിച്ചുകൊണ്ടൊക്കെ നമ്മളൊരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയ അതിന് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. അപ്പം ആ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ ഞാനിപ്പം മിസ്റ്റർ എയുടെ ഗുഡ്സ് മിസ്റ്റർ എ ഭീഷണിപ്പെടുത്തി കൊയേഷൻ ആ ഒരു പരിപാടി കാണിച്ച് മിസ്റ്റർ എയുടെ ഗുഡ്സ് ഞാൻ വെച്ചിട്ട് ഞാൻ വോയിഡബിൾ വഴി എൻ്റെ കയ്യിലാക്കിയിട്ട് ആ ഒരു ഗുഡ്സാണ് ഞാൻ മിസ്റ്റർ സിക്ക് പ്ലെഡ്ജ് ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വോയിഡബിൾ കോൺട്രാക്ട് പറയാം. ആ വോയിഡബിൾ കോൺട്രാക്റ്റിലുള്ള ഗുഡ്സ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺട്രാക്ട് വേണമെങ്കിൽ ആ അഗ്രീഡ് പാർട്ടി മിസ്റ്റർ എക്കുള്ള അത് റിസെൻഡ് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയി അത് വാലിഡ് ആക്കാം. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് ആണെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് വാലിഡ് ആക്കാം, അല്ലെങ്കിൽ അത് റിസെൻഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ആ ഒരു കോൺട്രാക്ട്, ആ വോയിഡബിൾ കോൺട്രാക്റ്റിലുള്ള ഒരു ഗുഡ്സ് നമ്മൾ പ്ലെഡ്ജ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയുള്ള കേസിലാണ് പ്ലെഡ്ജ് ചെയ്യുന്നത് വാലിഡ് ആവുന്ന എങ്ങനെയുള്ള കേസിലാണ് ആ ഒരു കോൺട്രാക്റ്റ് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കോൺട്രാക്റ്റ് റിസെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ, അതുമല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് വാലിഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വോയിഡബിൾ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അഗ്രീവ്ഡ് പാർട്ടിക്ക്, നമ്മുടെ കേസിൽ നമ്മുടെ മിസ്റ്റർ എക്ക് ആ ഒരു കോൺട്രാക്റ്റ് വേണമെങ്കിൽ വോയിഡ് ആക്കാമായിരുന്നു, വേണ്ടെന്ന് വെച്ച് റിസെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്ന ടൈമിൽ അത് റിസെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് ക്യാൻസൽ ചെയ്തിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അത് അദ്ദേഹം വാലിഡ് ആക്കിയെന്നല്ല. അപ്പം ആ ഒരു കേസിലാണ് വാലിഡ് ആക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ദ പോണി അക്വയർ ഗുഡ് ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ്. പോണിക്ക് ഈ ഒരു ഗുഡ്സ് ഗുഡ് ടൈറ്റിലായിരിക്കും എത്തുന്നത്. പോണിക്ക് തരേണ്ട കാര്യമില്ല, പോണിക്ക് എത്തുന്നത് ഒരു ഗുഡ് ടൈറ്റിലായിരിക്കും. പ്രൊവൈഡ് ഹി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് ദ നോട്ടീസ് ഓഫ് ദ പോണേഴ്സ് ഡിഫക്ട് ഓഫ് ദ ടൈറ്റിൽ. പോണർ ഡിഫക്ട്സ് ഓഫ് ടൈറ്റിൽ നോട്ടീസിലൊന്നും കൊടുത്തില്ല എങ്കിൽ നമുക്ക് ഈ ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ബേസിസ് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുകയാണ്, അത് നമുക്ക് വാലിഡ് എന്ന് പറയാം. അപ്പം ഇതും ഒരു പ്ലെഡ്ജ് ബൈ നോൺ ഓണറിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ, അല്ലെങ്കിൽ ഒരു കേസ് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൂ ഓർ ഫാൾസ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു കേസ് ഇതുപോലെ തന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ ചോദിച്ചേക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പോണർ. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു എനിക്കിപ്പം കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാൾക്ക് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തു. അപ്പം എനിക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപ. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് എന്തുവാ, ഞാൻ അദ്ദേഹത്തിന്
ഗുഡ്സ് അദ്ദേഹം എനിക്ക് പ്ലെഡ്ജ് ചെയ്ത് തന്നു. അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് അദ്ദേഹം എനിക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ട് പ്ലെഡ്ജ് ചെയ്ത് തന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് കിട്ടണം. ഞാൻ കൊടുത്ത 50,000 രൂപ എനിക്ക് കിട്ടണം. അപ്പം എൻ്റെ അവിടെ ഇൻട്രസ്റ്റ് എന്തുവാ, അദ്ദേഹം എനിക്ക് പൈസ തരണമെന്ന് എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ 50,000 കിട്ടാൻ വേണ്ടി. അപ്പം ആ ഒരു 50,000 ആ ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. എനിക്ക് ആ ഗുഡ്സിൻ്റെ മേൽ ആ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്ന കേസ് എനിക്കൊരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ആ 50,000 വരെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അതിനപ്പുറം എനിക്ക് ഉണ്ടാവാൻ പാടില്ല. അതാ പറഞ്ഞത് സെക്ഷൻ 179. വേറെ പേഴ്സൺ പ്ലെഡ്ജസ് ഗുഡ്സ് ഇൻ വിച്ച് ഹി ഹാസ് only a limited interest, the pledge is valid to the extent of the interest. അപ്പം ആ ഒരു എക്സാമ്പിൾ നിങ്ങളവിടെ ഓർത്താൽ മതി. ഇനി സ്യൂട്ട് അഗൈൻസ്റ്റ് wrong doors അത് നോക്കാം. wrong doors section 180. If a third person wrongfully deprive the bailey the use of possession of the goods bailed or does them any injury, the bailey is entitled to use the remedies to the owner might have used in the like case if no bailment had been made, and either the bailer or the bailey may bring a suit against the third person for such deprivation or injury. എന്താ മക്കളെ ആ ഒരു കേസിൽ പറഞ്ഞത്, അതായത് നമ്മുടെ ബെയിലി ആണെന്നറിയില്ല, നമ്മുടെ ബെയിലിയുടെ ഉടമസ്ഥതയിൽ ബെയിലിയുടെ ഉടമസ്ഥ ചെയ്യുന്നൊരു ഗുഡ്സ് നമ്മളൊരു തേർഡ് പാർട്ടി അതായത് തേർഡ് പേഴ്സൺ വന്ന് എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ബെയിലിയുടെ കയ്യിൽ നിന്ന് അത് റോങ്ഫുള്ളി അത് ഡിപ്രീവ് ചെയ്തു, അത് അടിച്ചെടുത്തോണ്ട് പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി, അതുമല്ലെങ്കിൽ ബെയിലിയുടെ കയ്യിൽ നിന്ന് ആ ഗുഡ്സിന് എന്തെങ്കിലും ഇഞ്ചുറി വരുത്തി, ആ തേർഡ് പേഴ്സൺ എന്തെങ്കിലും ഇഞ്ചുറി വരുത്തുകയാണ് എങ്കിൽ ബെയിലി എല്ലാ റെമഡീസും എടുക്കണം. അതായത് ഓണർ എടുക്കുന്ന പോലെ, അതായത് ബെയിലർ എടുക്കുന്ന എല്ലാ റെമഡീസും എടുത്ത് ബെയിലറിന് ഒന്നെങ്കിൽ ബെയിലറിനും അല്ലെങ്കിൽ ബെയിലിക്കും ആ തേർഡ് പേഴ്സണെതിരെ സ്യൂ ചെയ്യാം. ഇങ്ങനൊരു ഇഞ്ചുറി നടത്തിയതിന്, ഇങ്ങനെ ഡിപ്രീവേഷൻ നടത്തിയതിന് നമ്മുടെ ആ തേർഡ് പേഴ്സണെതിരെ സ്യൂ ചെയ്യാനാണ് പറയുന്നത്. ഇനി അപ്പോച്ച്മെൻറ്റ് ഓഫ് റിലീഫ്, അതായത് എന്താ, സെക്ഷൻ 181 പ്രൊവൈഡ് ദാറ്റ് വാട്ട് എവർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ വേ ഓഫ് റിലീഫ് ഓർ കോമ്പൻസേഷൻ ഇൻ എനി സ്യൂട്ട് ഷാൾ as between the bailor and bailey be dealt with according to the respective interest. അതായത് ഇതിനകത്ത് എന്താ പറഞ്ഞാൽ, ഇതൊന്നുമില്ല. അതായത് നമ്മൾ ബെയിലറിനും ബെയിലിക്കും നമ്മുടെ ആ ഗുഡ്സ് ആ തേർഡ് പാർട്ടി എടുത്തുകൊണ്ട് പോലെ നമ്മൾ സ്യൂ ചെയ്ത തേർഡ് പാർട്ടി, അപ്പം ആ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോമ്പൻസേഷൻ, ഈ ഒരു ഗുഡ്സ് അടിച്ചുകൊണ്ട് പോലെ അല്ലെങ്കിൽ ഗുഡ്സിന് ഇഞ്ചുറി വരുത്തുന്ന തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോമ്പൻസേഷൻ ബെയിലറിനും ബെയിലിക്കും അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് വീതിച്ചെടുക്കാം, ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് വീതിച്ചെടുക്കാം എന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ നമ്മുടെ പ്ലെഡ്ജിനകത്ത് പഠിക്കാൻ. അപ്പം എന്തൊക്കെയുണ്ട്, വളരെ സിമ്പിൾ ടോപ്പിക് അല്ലേ. നോക്കിക്കേ, പ്ലെഡ്ജ് എന്താ നമ്മൾ പഠിച്ചു, പ്ലെഡ്ജും ബെയിലുമാണ് നമ്മൾ ഡിഫറൻസ് പഠിച്ചു. രണ്ട് പാർട്ടീസ് ഏതൊക്കെയാണ്, പോണർ അല്ലെങ്കിൽ പോണി, അല്ലെങ്കിൽ പ്ലെഡ്ജർ അല്ലെങ്കിൽ പ്ലെഡ്ജ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ പോണിയുടെ റൈറ്റ്സ് പഠിച്ചു. പിന്നെ പ്ലെഡ്ജ് ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്, പ്ലെഡ്ജ് ഇൻ വോയിഡബിൾ കോണ്ടാക്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് പോണർ, സ്യൂട്ട് അഗൈൻസ്റ്റ് റോങ് ഡോർ, അപ്പോച്ച്മെൻറ്റ് ഓഫ് റിലീഫ്. ഇതാണ് നമ്മുടെ സിലബസ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലെഡ്ജ് എന്ന ആ ഒരു പോർഷനെ പറ്റി. ഇനി നിങ്ങൾക്ക് ഞാൻ പ്ലെഡ്ജിൻ്റെ കൂടെ നമുക്ക് വേറെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 പോയിൻ്റാണ്, അത് നമുക്ക് പഠിക്കാനുള്ള, നിങ്ങൾ ചുമ്മാ അറിഞ്ഞിരിക്കുക. ഹൈപ്പോത്തക്കേഷൻ ആൻഡ് മോഡ്ഗേജ്. പ്ലെഡ്ജ്, ഹൈപ്പോത്തക്കേഷൻ ആൻഡ് മോഡ്ഗേജ്, ഇത് മൂന്ന് ഡിഫറൻസ് എന്താ മക്കളെ. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും. നമ്മൾ ആ സ്പെസിഫിക് പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ നമ്മൾ വെക്കുന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും. എന്നാൽ ഹൈപ്പോത്തക്കേഷൻ കേസിൽ നമ്മളൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് വെക്കുന്നത്, പക്ഷേ അവിടെ നമ്മൾ വെക്കുന്നത് വെഹിക്കിൾ ലോണും കാർ ലോണൊക്കെ ആയിരിക്കും. ഓക്കെ, നമ്മളവിടെ വെഹിക്കിൾ ലോണും കാർ ലോണൊക്കെ ആയിരിക്കും വെക്കുന്നത്. പക്ഷേ അവിടെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാങ്കിന് നമ്മൾ ആ ഒരു വെഹിക്കിൾ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ബാങ്കിൻ്റെ കയ്യിൽ ആ ഒരു വെഹിക്കിളിൻ്റെ ടൈറ്റിൽ മാത്രമേ കാണത്തുള്ളൂ. പൊസഷൻ എപ്പോഴും നമ്മുടെ ബോറോവറിൻ്റെ കയ്യിലായിരിക്കും, അതായത് നമ്മുടെ കയ്യിലായിരിക്കും. പൊസഷൻ എപ്പോഴും നമ്മുടെ ബോറോവറിൻ്റെ കയ്യിലായിരിക്കും. ഇനി മോഡ്ഗേജിൻ്റെ കേസിൽ, പ്ലെഡ്ജിൻ്റെ കേസിലും ഹൈപ്പോത്തക്കേഷൻ്റെ കേസിലും നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതെങ്കിൽ പോലും, എന്നാൽ ബോറോവറിൻ്റെ കേസിൽ നമ്മൾ വെക്കുന്ന ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഹോം ലോൺ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ. അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ മോഡ്ഗേജിൻ്റെ കേസിൽ വെക്കുന്നത്. അവിടെയും എന്താ, പൊസഷൻ ബോറോവറിൻ്റെ കയ്യിലും ടൈറ്റിൽ ബാങ്കിൻ്റെ കയ്യിലും ആയിരിക്കും. അപ്പം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേരെ. നിങ്ങൾക്കെന്താ അങ്ങനെ പഠിക്കാനൊന്നുമില്ല എങ്കിലും അത് മനസ്സിലാക്കി വെച്ചേരെ. പിന്നെ ഇവിടെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോണിൻ്റെ റൈറ്റ്സ് പഠിച്ചു. റൈറ്റ് ടു റിട്ടേൺ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്, ഒന്നാമതായിട്ട് തന്നെ റൈറ്റ് ടു റീറ്റെയിൻ ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്, റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്, തേർഡ് വൺ റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദ പോണർ. പിന്നെ നമ്മൾ നാലാമതായിട്ട് എന്താ, റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. ഇത് നമ്മുടെ പോണിൻ്റെ റൈറ്റ്സ്. ഇനി പോണറിൻ്റെ റൈറ്റ്സ് നമുക്ക് ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം, റൈറ്റ് ടു റിഡീം ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്, റൈറ്റ് ടു റിസീവ് ദ ഇൻക്രീസ്. ഇതാണ് പോണറിൻ്റെ റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോണറിൻ്റെ ഡ്യൂട്ടി ചോദിച്ചേക്കാം. അപ്പോൾ പോണറിൻ്റെ ഡ്യൂട്ടി നിങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം നിങ്ങൾക്ക്, ഡ്യൂട്ടി ടു റീപേ ദ ലോൺ റീപേ ദ ഡ്യൂട്ടി ആർക്കുണ്ട്, നമ്മുടെ പോണറിനുണ്ട്. പിന്നെ ഡ്യൂട്ടി ടു പേ എക്സ്പെൻസ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്, ആ ഡിഫോൾട്ട് വരുത്തിയ കേസിൽ എന്തെങ്കിലും എക്സ്പെൻസ് പേ ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്, നമ്മുടെ പോണറിനുണ്ട്. ഇനി പോണിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, പോണിയുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടു നോട്ട് യൂസ് ദ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്, അതായത്
ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തില്ല, ആ ഗുഡ്സ് എടുത്ത് യൂസ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കില്ല, അല്ലെങ്കിൽ അവകാശം ആർക്കില്ല, നമ്മുടെ പോണിക്കില്ല. ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ്, ആ ഗുഡ്സ് അതായത് അദ്ദേഹം ഒരു പോണർ തിരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ഡെപ്റ്റ് പേ ചെയ്യുമ്പോൾ ആ ഒരു ഗുഡ്സ് നമ്മൾ റിട്ടേൺ നൽകണം. അതൊക്കെ നമ്മുടെ പോണി ഡ്യൂട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബെയിലറിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കേസ് നിങ്ങളിവിടെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സാധാരണ ഈ പ്ലെഡ്ജ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയി വന്നിട്ടില്ല എങ്കിലും നിങ്ങൾ ചിലപ്പോൾ വന്നിരിക്കാം. അത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ബെയിൽമെൻറ്റും പ്ലെഡ്ജും കോൺട്രാക്റ്റും കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും ലോ ഓഫ് ഏജൻസിയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും അത്ര ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പോർഷനാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും പ്ലെഡ്ജും. അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പം എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.